സ്കൂൾസ് എല്ലാം തുറന്നതല്ലേ, അപ്പം നമുക്ക് ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി ട്രാൻസ്പാരൻറ്റ് പൗച്ച് തന്നെ ഉണ്ടാക്കി നോക്കിയാലോ. ഇനി നമ്മൾ ആ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മളെ പൗച്ചിൻ്റെ രൂപത്തിലൊന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡും ഒരു ട്രാൻസ്പാരൻറ്റ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വലിയ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്, കാരണം എൻ്റെ കയ്യിലുള്ള ചെറുത് ഞാൻ എങ്ങാനും നോക്കിയിട്ടും കാണുന്നില്ല. എല്ലെങ്കിലും അങ്ങനെ ഒരു സാധനം ആവശ്യത്തിന് നോക്കിയാൽ എവിടെയും കാണില്ല. നിങ്ങളുടെ കയ്യിൽ ആ ചെറുതുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഞാനിതാ ഇതേപോലെ ആ രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു പൗച്ചിൻ്റെ രൂപമൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇതിന്. ഇനി നമ്മളെ പൗച്ചിനൊരു പൂർണ്ണ രൂപം വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ ഒരു ഓപ്പണിംഗ് പോർഷൻ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളെ മെയിൻ പരിപാടിയാണ്, അതായത് ഡെക്കറേഷൻ പരിപാടി. ആ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നതാ ഈ ഒരു വാഷിംഗ് ടേപ്പാണ്. ഇനി ഞാൻ ഈ വാഷിംഗ് ടാപ്പ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഒട്ടിച്ച ആ ഒരു ട്രാൻസ്പാരൻറ്റ് ടാപ്പില്ലേ, അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ പൗച്ചിൻ്റെ നാല് സൈഡും ഈ ഒരു വാഷിംഗ് ടാപ്പ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഇതിനെന്താ രസം കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഇനി നമ്മൾ സാധാരണ ഒരു നോർമൽ വാൾ ടാപ്പ് എടുക്കുക, ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിക്കുക, ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മളെ പൗച്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് കുറച്ച് സ്റ്റിക്കേഴ്സ് കയ്യിലുണ്ടെങ്കിൽ അതിതാ ഞാൻ ഒട്ടിക്കുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ സ്റ്റിക്കേഴ്സിനെല്ലാം പകരം എന്തെങ്കിലും പിക്ചറെല്ലാം വരച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ മടി സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പൗച്ചിൻ്റെ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാൻ?